രാമേട്ടനെ ജയിലിൽ നിന്ന് വിട്ടു. ഇന്നലെ വൈകിട്ട്. രാമേട്ടൻ വല്ലാതെ ക്ഷണിച്ചു. സാരമില്ല. രാമേട്ടനോട് എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. വരും. രാമു അല്ലേ വരുന്നത്? രാമു രാമു ഇതെപ്പോ വന്നു? ഇപ്പൊ ബസ്സിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളച്ചാ. അല്ല, നീ അപ്പോഴത്തേക്ക് അവിടെ എത്തി? ഞാൻ രാമേട്ടനെ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. അവിടെ രാമുവിന് സുഖമാണോ എന്ന് എങ്ങനെയാ ഞാൻ ചോദിക്കുക? ജയിലല്ലേ. അതിരിക്കട്ടെ, ഗോപിയുടെ കത്തുകൾ വരാറുണ്ടല്ലോ. ഗോപിയുടെ കത്ത് എന്താ അവൻ കത്തയക്കാറില്ലേ? എന്താ പണിക്കരെ, മുതലാളി അവന് പണം അയച്ചു കൊടുക്കാറില്ലേ? മുതലാളി എന്താ എന്തുണ്ടായി എന്ന് പറയൂ. ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല പണിക്കരെ. സത്യം പറയാമല്ലോ, മുതലാളി അവന് പണം കൊടുക്കില്ല. ഞങ്ങളെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അന്നേ രാമു അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയെന്ന്. എന്ത് എന്നയാൾ പറഞ്ഞു? പറഞ്ഞു. രൂപ ചോദിക്കാൻ ചെന്ന ഞങ്ങളെ മുതലാളി തല്ലിയില്ലെന്നേ ഉള്ളൂ, അപമാനം ചിറക്കി വിട്ടു. അതാണ് ഉണ്ടായത്. എന്നിട്ടിപ്പോ ഗോപി എവിടെ? മുതലാളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഗോപിയെ കണ്ടിട്ടില്ല. എവിടെ പോയെന്ന് ഒരു നിശ്ചയമില്ല. അവൻ അവിടെ എവിടെയെങ്കിലും കാണും. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് നാട് വിട്ടതായിരിക്കും. എവിടെ പോന്നു? നീ വീട്ടിൽ പോ, ഞാൻ വന്നേക്കാം. വേണ്ട, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട അച്ഛാ. മോനെ രാമു, നീ പോയി മുതലാളിയായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കണ്ട. നിങ്ങൾ മോളെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വെക്കണം, ഞാൻ വന്നേക്കാം. അച്ഛാ, മാഷ് സമാധാനമായിട്ട് വീട്ടിലേക്ക് പോകണം. രാമുവിനെ ഞാൻ നോക്കിക്കോളാം. എവിടെ പോന്നു? നിന്റെ മുതലാളി ഉണ്ടോ? അത് മുതലാളി അകത്തുണ്ട്. ഇപ്പൊ കാണാൻ ഒക്കത്തില്ല. നിൽക്കണം. നമസ്തേ മുതലാളി. നീ ജയിലിൽ നിന്നും വന്നു? വരുന്ന വരവാണ്. എന്താ വരില്ലെന്ന് വിചാരിച്ചോ? രാമു, തെറ്റിദ്ധരിക്കരുത്. അന്നത്തെ ആ സംഭവം ഉണ്ടല്ലോ, അതേക്കുറിച്ച് ചോദിക്കാനല്ല ഞാൻ വന്നത്. ചോദിക്കാനുള്ള കാര്യങ്ങൾ പലതുമുണ്ട്. ആദ്യം എനിക്കറിയേണ്ടത് ആ രൂപയുടെ കാര്യമാണ്. ഞങ്ങളുടെ കിടപ്പാടം പണയം വെച്ച രൂപ. അതെവിടെയെന്നാണ് എനിക്കറിയേണ്ടത്. രാമുവിന് രൂപ ആവശ്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിൽ തരാം. അത് പറഞ്ഞാ പോരെ? തന്റെ ഭിക്ഷക്കാശിന് വേണ്ടി അല്ലടോ ഞാൻ വന്നത്. കുറച്ചുകൂടെ മര്യാദയായിട്ട് സംസാരിക്കണം. മര്യാദ കാണിക്കേണ്ടത് മനുഷ്യനോടാണ്, നിന്നോടല്ല. നീ ചെകുത്താനാണ്, നീചനാണ്. രാമു, പേടിപ്പിക്കുന്നു. എന്റെ അച്ഛനെയും അമ്മയും കൊന്നത് നീയല്ലേ? പോരാഞ്ഞിട്ട് എന്നെ കള്ളനാക്കി നീ ജയിലിലേക്ക് അയച്ചു. ആ പണം കൊടുക്കാതെ എന്റെ അനുജന്റെ ഭാവി പോലും നീ തകർത്തു. നിന്നെ പിച്ചിച്ചീന്തി ഇവിടെ എറിഞ്ഞിട്ട് ഞാൻ പോകൂടാ. നീ എന്നെ കൊല്ലുകൂടാ. ഞാൻ നിന്നെ ഞാൻ കൊന്ന് വിളിക്കൂടാ. രാമു, 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 വിടാം.
രാമു, ഈ മനുഷ്യനാരായാലും എനിക്ക് എന്റെ ഭർത്താവാണ്, എന്റെ അച്ഛനാണ്. ആദ്യം രാമേട്ടൻ ഞങ്ങളെ കൊല്ലൂ, എന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളൂ. സംശയിക്കേണ്ട രാമേട്ട, ഞങ്ങളെല്ലാവരെയും കൊന്നോളൂ. ഇല്ല, നല്ലവരായി അമ്മയ്ക്കും മകൾക്കും കൂടി നിന്റെ ജീവൻ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. പക്ഷേ ഞാനിവിടെ നിന്ന് വെറും കൈയോടെ പോവില്ല. മോഷ്ടിക്കാതെ എന്നെ നീ കള്ളനാക്കി. അതുകൊണ്ട് നിന്നെ ഞാൻ കൊള്ളയടിച്ചിട്ടേ പോകുന്നുള്ളൂ. എവിടെ സേഫിന്റെ താക്കോൽ? താക്കോൽ ആ തലേന്റെ കീഴിലുണ്ടാവും. രാമുന് എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തിട്ട് പോയിക്കോളൂ. മുതലാളിയുടെ ജീവൻ മാത്രം എടുക്കാതിരുന്നാ മതി. രാമു, അനങ്ങിപ്പോവരുത്. ഇരിക്കവിടെ. ഇരുന്നോളൂ മുതലാളി, ഇരുന്നോളൂ മുതലാളി. ഞങ്ങൾക്ക് പണം വേണ്ട, മുതലാളിയുടെ ജീവൻ മാത്രം മതി. അനങ്ങണ്ട മുതലാളി, അവിടെ ഇരുന്നോളൂ മുതലാളി. അനങ്ങരുത്. അവനോ വിവരമില്ല, മുതലാളിക്ക് വിവരം വേണ്ട. മുതലാളി, എന്റെ രാമു, നിനക്ക് ആവശ്യമുള്ള എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് വേഗം പോ. ഒന്ന് പോ എന്റെ രാമു. പിന്നെ ഇല്ല, ഞാൻ വിടില്ല. അവൻ കൊല്ലും. വിടല്ലേ പറഞ്ഞത്? മുതലാളി, പണം ഇനി ഉണ്ടാവും, ജീവനാണ് വലുത്. ഞാൻ വിടില്ല. അതിരുന്നോളൂ, ജീവൻ പോണ കാര്യമാണ്. എന്റെ മുതലാളി അനങ്ങല്ലേ? തൃപ്തിയായില്ലേ രാമു? എങ്കിൽ ഈശ്വരൻ വിചാരിക്കുന്നു വേഗം പോയി. മുതലാളി ഉപദ്രവിക്കായിരുന്ന മാത്രം മതി. മുതലാളി, അയ്യോ, അവൻ വിവരക്കേട് വല്ലതും കാണിക്കും. മുതലാളി ചതിക്കല്ലോ. എന്റെ രൂപയിൽ സ്വർണ്ണമെല്ലാം എടുത്തോണ്ട് പോയി കള്ളൻ. പോലീസ്!